ഹലോ, വെൽക്കം ബാക്ക്. ഇന്നില്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? വളരെ ഈസി ക്വിക്ക് റെസിപ്പി എന്ന് തന്നെ പറയാം. പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അതായത് പൊട്ടാറ്റോ ചിക്കൻ ബൈറ്റ്സ്. ഓക്കെ, വളരെ ഈസി ആട്ടോ ചെയ്യാനും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ നമ്മളെ പൊട്ടാറ്റോ ചിക്കൻ ബൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ പൊട്ടാറ്റോ അല്ലേ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് വേവിച്ച ഒരു രൂപത്തിൽ കിട്ടും. സാധാ നല്ല വെന്തിട്ട്, പക്ഷെ മുറിഞ്ഞു പോരുത്, ആ ഒരു രീതിയിൽ എടുത്തതാണ്. ഇനി നമുക്കൊരു 250 ചിക്കനാണ്, 250 ഗ്രാം ചിക്കന്, എല്ലില്ലാത്തത് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതാ മുറിച്ചതാണ്. ഇതൊന്ന് നമുക്ക് മസാല പുരട്ടും, മാരിനേറ്റ് ചെയ്യാം. ഇനി ഞാനിതാ ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പ് എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇല്ല, 1/4 ടീസ്പൂണിൻ്റെ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി സ്പൈസിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇത് 4 കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. മസാലയൊക്കെ ഞാൻ തേച്ച് നന്നായി പിടിച്ചിട്ടുണ്ട്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ടോ ആ പൊടികളൊക്കെ നന്നായി ഇമ്മ പിടിച്ചിരിക്കുന്നു. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് നോക്കണേ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം, ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ ചെറുതായിട്ട് ആ മുട്ടിട്ടത്, അത് എല്ലില്ലാത്ത പീസും ആയതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. ഉണങ്ങി പോകരുത് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലോണമായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആവുക, ഉണങ്ങി പോകരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. എന്നല്ലാതെ ഇതാ നമ്മളെ കുക്കിംഗ് പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പൊട്ടാറ്റോ ചിക്കൻ ബൈറ്റ്സ് സെറ്റ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അതിന് ഞാനിതാ കുറച്ച് ചിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിപ്സ് ഞാൻ ഏതും എടുക്കാം, റൗണ്ട് ചിപ്സ്. ഇവിടെ എനിക്കിപ്പോൾ ഇതാ ലേസിൻ്റെ കെച്ചപ്പിൻ്റെ ചിപ്സാണ് കിട്ടിയത്. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചിക്കനില്ലേ പൊരിച്ച് വെച്ച് അതാട്ടോ. ഇനി അതിലേക്ക് ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു പിടി മല്ലിൻ്റെ തണ്ട കൂടുതലും, തണ്ടോട് കൂടിയതായിട്ട് മുറിച്ചിട്ടാട്ടോ. ഇതാകുമ്പോൾ നല്ലൊരു കടിക്കുമ്പോൾ നല്ലൊരു സുഖമായി അത് ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കനിലേക്ക്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. നോക്കിയിട്ട് വേണം, പിന്നെ വേണമെങ്കിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തൈരും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മയണൈസും ചേർത്ത് കൊടുക്കുകയാണേ. തൈര് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം, മയണൈസ് മാത്രമേ ഉപയോഗിക്കാം. രണ്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അധികം ലൂസായി പോകാൻ പാടില്ല. വെള്ളമില്ലാത്ത തൈര് ഉപയോഗിക്കണേ കേട്ടോ. ഇങ്ങനെ മതി കേട്ടോ. നല്ല ഒരു ലൂസായി പോയാൽ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ ഒരു പരിവം ആവുമ്പോഴേക്കും നിർത്താം. ഞാനിപ്പോൾ 2 സ്പൂണാണ്, ഓരോ സ്പൂണ് വീതം 2 ഉപയോഗിച്ചത്. ഓക്കെ, നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ചിപ്സ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഞാനിതാ ഒരു നേരത്തെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇല്ലയോ അത് വെച്ച്, ഇനി ഇതിൻ്റെ മേലേക്ക് 1 സ്പൂണ് എന്താ അതിൻ്റെ മേലെ പറ്റുന്നൊരു വിധത്തിൽ ഓക്കെ ഈ ഒരു ഇത് മതിയാവും. ഇതിൽ നമ്മളെ ഈ ചിക്കൻ്റെ മിക്സ് ഇത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണേൽ ഒരു പുതിനേൻ്റെ അല്ലേ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. കണ്ടില്ല നമ്മളെ ഇതാണ് നമ്മളെ പൊട്ടാറ്റോ ചിക്കൻ ബൈറ്റ്സ്. ഇത് ഒരുമിച്ച് വയലിട്ട് കഴിക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ഈസി അല്ലേ, എല്ലാവരും കണ്ടില്ലേ ഇങ്ങനെ ചെയ്യാമെന്ന്. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യട്ടോ. അടിയിലൊരു പൊട്ടാറ്റോൻ്റെ സ്ലൈസ്, പിന്നെ ചിപ്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണം. അതാണ് ഇതിൻ്റെ ഇത്. അല്ലെങ്കിൽ ചിപ്സ് തണുത്തു ഇതിൻ്റെ മേലെ വെക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ്. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിക്കെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണേ. ഓക്കെ, താങ്ക് യു.